ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് പെരുന്നാളിന്റെ വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനും ഉമ്മയും അണ്ണച്ചി മാത്രമേ ഉള്ളൂ. വാപ്പ പള്ളിയിൽ പോയി. വാപ്പ രാവിലെ ഫുഡ് കഴിച്ച് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോണു ഗൈസ്. രണ്ട് ഒറട്ടിയും ചിക്കൻ കറിയും ഉണ്ട്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ ചോറ് കഴിച്ചിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ചോറ് കഴിക്കുന്ന ആൾക്കാരെ കാണിച്ചു തരാം. അല്ല, ചോറല്ല, കാപ്പി കുടിക്കുന്ന. ശരി ഗൈസ്, എന്നെ മാത്രം കാണിക്കാം. ഇവിടത്തെ ആരും എനിക്ക് വേണ്ട. ഇല്ല ഗൈസ്, ഞാൻ പുറത്ത് പോയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടത്. മൈലാഞ്ചി ഇട്ടത് ഗൈസ്. പക്ഷേ എസ്തറ്റിക്ക് ഉദ്ദേശിച്ച ശരിയല്ല. നല്ല ഉറപ്പി ഫുഡ് കഴിച്ച് എല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇനി ഞങ്ങൾ വിചാരിക്കുന്നു കൊളുത്തുപ്പുഴ വരെ പോയി തരാമെന്ന്. അപ്പോഴ് തെമ്മല പോകണമെന്നൊരാഗ്രഹമുണ്ട്. നടക്കുക ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ബേബി നോക്കാം. അങ്ങനെ ഉമ്മ എൻ്റെ തുണി തയ്ക്കുകയാണ്. ഞാൻ ഉമ്മാക്ക് ഇന്നലെ ചുരിദാർ എടുത്തു. ഞാൻ ഉമ്മാക്ക് പാപ്പാക്കും അണ്ണച്ചിക്കും കൂടി ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് ഡ്രസ്സ് എടുത്ത്. പക്ഷേ ഡാഡിക്കും അണ്ണച്ചിക്കും ഇഷ്ടപ്പെട്ടു. ഉമ്മാക്കുള്ള ഇച്ചിരി ടൈറ്റ്. അപ്പം ഞങ്ങൾ വിചാരിച്ച് അങ്ങോട്ട് പോണ വഴിക്ക് അതും കൂടെ മാറ്റി ഇടാം. അപ്പം ഉമ്മ ഇന്ന് പഴയ ഡ്രസ്സായിരിക്കും ഇടണം. നോക്കാം. പിന്നെ എനിക്കുള്ള ഉമ്മ തയ്ക്കണോടെ. സോ ഗൈസ്, കുളിച്ച് ഫ്രഷായി വന്നിട്ട് ഒരു ഗെറ്റടി കാണാം. കൊണ്ട് തന്നതാ ചേടാ. അങ്ങനെ ഞാൻ ഫ്രഷായി കുളിച്ച് ഞങ്ങൾ നേരെ പോയി. അപ്പം ഫ്രണ്ടിൽ തുടക്കം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അവിടെ പോയിട്ട് ഞങ്ങളിത് മച്ചാരെ വീട്ടിലേക്ക് നെല്ലിക്ക പറിച്ച് തന്നപ്പോഴത്തേക്കും നൈസായിട്ട് തറയിൽ പോയി. പിന്നെ നെല്ലിക്ക ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഏരിയയിൽ നിന്ന് തന്നെ ഇറങ്ങി ഗൈസ്. അത്രയ്ക്ക് വിഷമമായി എനിക്ക്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഞങ്ങളവിടെ നിന്നപ്പോഴത്തേക്കും അണ്ണച്ചിക്ക് പോയി പോത്തിൻ്റെ തല പള്ളിയിൽ നിന്ന് എടുത്തോണ്ട് ഗൈസ്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നെപ്പോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടോ? കമൻറ്റ് ഇടും ഗൈസ്. ഗൈസ്, ഇതാണ് എൻ്റെ ഡ്രസ്സ്. എൻ്റെ ഫുള്ള് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പം ഞങ്ങൾ വല്യമ്മമാരുടെ വീട്ടിൽ വന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. ഇതാണ് എൻ്റെ വല്യമ്മയുടെ വീട്. കാക്കച്ചന്മാരൊക്കെ ഗൾഫിലാണ്. ഇപ്പം അതിനെയും വല്യമ്മയും മോനും മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ പുറത്തുനിന്ന് അകത്തോട്ട് പോവുകയാണ്. അവിടെ പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വെള്ളം തന്നു. മുന്തിരി ജ്യൂസ്. സംഭവം എന്താണെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ പോലും ഒരു സുഖമില്ല ഗൈസ്. ഒരുമാതിരി ബോർ. പോയി ഗൈസ്, ഒരു സുഖമില്ലാത്ത പെരുന്നാളായിപ്പോയി. ഭയങ്കര എന്തിനാ പോലെ പെരുന്നാളായിട്ടൊരു വൈബിൽ ഫോട്ടോ എടുക്കാൻ തോന്നില്ല, ഒന്നും തോന്നില്ല ഗൈസ്. സാരല്ല, അടുത്ത പെരുന്നാൾ ശരിയാക്കാം. വിശക്കണം, ഒന്നും കഴിക്കാനും തോന്നില്ല. സാരല്ല, വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ. ഇതാണ് ഗൈസ് നമ്മുടെ അയാൻമോൻ. ഇപ്പം എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരുന്നു. അവൻ്റെ അടുത്ത് കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവനവിടെ 2 കയ്യിലും പപ്പടം പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിച്ച്. ബീഫ് ബിരിയാണി ആയിരുന്നു. കയ്യഴിവാനൊക്കെ അറിയാമോ? അതന്നെ, ഇതാര് കയ്യഴിവാൻ പഠിപ്പിച്ചത്? തന്നെ പഠിച്ചതാ? ആഹാ, നെറ്റിയിൽ പപ്പടം ഒക്കെ ഇരിക്കുന്നു. എനിക്ക് തരുമോ? ആ കൈ കിടക്കണ ചെയിൻ എനിക്ക് തരുമോ? അതൊരു ആണോ? ഇനി മതി, കൈ കഴിവത് മതി. ഓഫ് ചെയ്യാം. തിരിച്ചു വാ. ബാ പറഞ്ഞാൽ ചിരിച്ചാണ്. വലിയ സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു കേസ്. അതുകൊണ്ട് ഞാൻ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഒരു ചായയും കുടിച്ച് നിർത്തി കേസ്. അപ്പോൾ അടുത്ത വീട്ടിലേക്ക് നിർത്തി. ചാ.